ഭാരതം ചരിത്രം സൃഷ്ടിക്കുകയാണ്. ആഗോള ഭീമനായ സ്പേസ് എക്സിന് തുല്യമായി ഇന്ത്യയുടെ സ്വന്തം നിലയിൽ ഒരു സ്വകാര്യ ബഹിരാകാശ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്ന അത്യപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. പ്രിയപ്പെട്ടവരെ, ആരും തിരിച്ചറിയാത്ത അത്രയും വലിയൊരു ബഹിരാകാശ വിപ്ലവത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇത് ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ഒരു പോസ്റ്റാണ്. അതായത് ഇന്ന് ജൂലൈ 18-ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 കുതിച്ചുയരാൻ ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം കുറിച്ച ഒരു കുറിപ്പാണ് വായിക്കുന്നത്. സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച ഈ റോക്കറ്റ് കേവലം ഒരു വിക്ഷേപണമല്ല, മറിച്ച് ഇന്ത്യൻ ചരിത്രം തിരുത്തുന്നതിനുള്ള പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇത്രയധികം തീക്ഷ്ണമായി കാണുന്നത്? ചരിത്രത്തിലാദ്യം ഭ്രമണപഥത്തിലെത്താൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് എന്ന് വെച്ചാൽ ലോകത്തിലെ വമ്പൻ സ്വകാര്യ വിഗ്രഹ വിക്ഷേപണ വിപണിയിലേക്ക് ഇന്ത്യ ഗർജനത്തോടെ ചുവടുവെക്കുന്നു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISROയുടെ വിക്ഷേപണ തറയിൽ നിന്ന് എല്ലാ അനുമതികളും നേടി വിക്രം-1 ചരിത്രത്തിലേക്ക് പറക്കുന്നു. അത്യാധുനിക പേലോഡുകൾ, സ്പേസ് മാലിന്യങ്ങൾ വരെ പിടിച്ചെടുക്കാനുള്ള വിപ്ലവകരമായ സാങ്കേതിക വിദ്യ അടക്കം നിരവധി പേലോഡുകൾ ഇതിലുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ യുഗം. ഈ നിർമ്മാണത്തിന്റെ വിജയം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാണിജ്യ റോക്കറ്റുകളുടെ ഒരു പുതിയ സുവർണ്ണ കാലഘട്ടത്തിന് തുടക്കമിടും. ഇത് സാധാരണ ഒരു റോക്കറ്റ് ലോഞ്ച് അല്ല. ആഗോള ഭീമനായ സ്പേസ് എക്സിന് സമാനമായി ഇന്ത്യയുടെ സ്വന്തം നിലയിൽ ഒരു സ്വകാര്യ ബഹിരാകാശ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്ന അത്യപൂർവ നിമിഷമാണിത്. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. രാജ്യസ്നേഹികളായ എല്ലാ ഇന്ത്യക്കാർക്കും വളരെയധികം അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണിത്. വിക്രം ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ഉൾപ്പെടെ നിരവധി പ്രശസ്തരായ പ്രഗത്ഭരായ വ്യക്തികളുടെ പോസ്റ്റ് കാർഡ്, അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പോസ്റ്റ് കാർഡുകളും, ഒപ്പം വിക്രം സാരാഭായ്, അതുപോലെ APJ അബ്ദുൽ കലാം, CV രാമൻ എന്നിവരുടെ അരിമണിയുടെ അത്രയും വലുപ്പമുള്ള ഇത്തിരി കുഞ്ഞൻ പ്രതിമകളും വിക്രം വഹിക്കുന്നു. അത് ബഹിരാകാശത്തേക്ക് എത്തുന്നു. ശരിക്കും ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഒരു നേട്ടം ആഘോഷിക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരായ മുൻ തലമുറയിൽപ്പെട്ടവരെയും ആദരിക്കുക എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് 11:30 മണി എന്ന ആ സമയത്തിലേക്ക് ഇന്ത്യ കാത്തിരിക്കുന്നത്. 11:30 മണിയാകുമ്പോൾ വിക്രം ഇന്ത്യയുടെ സ്വന്തം, ഇന്ത്യയുടെ തദ്ദേശീയ ഉപഗ്രഹം എന്നൊക്കെ പറയാൻ പറ്റുന്ന വിക്രം, സ്പേസ് എക്സിലേതിന് സമാനമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായുള്ള വിക്രം ബഹിരാകാശത്തേക്ക് പതിക്കുകയാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷയോടെ ഇന്ത്യ പുതിയ മാനങ്ങൾ ആകാശത്ത് തീർക്കാൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.